Good evening, team. Good evening, team. Manikandan sir. എല്ലാവരും കേൾക്കുന്നില്ലേ? Yes, sir. Welcome. നമുക്ക് ഇന്ന് ഇവിടെ ഈ കമ്പനിയുടെ സെക്കൻഡ് VOP ആയ സമയം 4 മണി സെക്കൻഡ് VOP ആണ്. ഇന്ന് നമ്മുടെ ഈ ഇൻഡസ്ട്രി വാക്ക് കമ്പനിയുടെ VOP വളരെ മനോഹരമായി പ്രസന്റ് ചെയ്യാൻ വേണ്ടി ഇന്ന് ഈ കമ്പനിയുടെ എമറാൾഡ് എക്സിക്യൂട്ടീവായ മിഥുൻ സാർ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അദ്ദേഹത്തെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യേണ്ടതുണ്ട്, ഈ ഒരു ഡിജിറ്റൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യേണ്ടതുണ്ട്. അതിനു മുന്നേ അദ്ദേഹം ഒരു എഞ്ചിനീയറിംഗ് മേഖലയിൽ നിന്ന് വന്ന് നമുക്കൊക്കെ ഒരു വലിയ റോൾ മോഡലായി നല്ല രീതിയിൽ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ പറ്റി പറഞ്ഞാൽ ഒരുപാട് കാലങ്ങളായി എന്താ പറയാ നമുക്കൊക്കെ എന്താ പറയാ അങ്ങനെ ഒരു മഹത് വ്യക്തിയാണ്. അദ്ദേഹത്തെ നമുക്ക് ഈ ഒരു പ്ലാൻ പ്രസന്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യേണ്ടതുണ്ട്. അദ്ദേഹത്തെ നമുക്ക് പ്ലാൻ പ്രസന്റ് ചെയ്യാൻ ഇൻവൈറ്റ് ചെയ്യുന്നതിന് മുന്നേ എല്ലാവരും നല്ല ഒരു നിറഞ്ഞ ഡിജിറ്റൽ ക്ലാപ്പോട് കൂടി അദ്ദേഹത്തെ നമുക്ക് ഈ ഒരു പ്രോഗ്രാം പ്രസന്റ് ചെയ്യുന്നതിലേക്ക് വിളിക്കാം. വെൽക്കം എമറാൾഡ് എക്സിക്യൂട്ടീവ് ആയ മിസ്റ്റർ മിഥുൻ സാർ. താങ്ക് യു പ്രിയ സാർ. പേര് മനോഹരമായി പരിചയപ്പെടുത്തി. മിഥുൻ, കോഴിക്കോടാണ് വീട്. ഞാൻ ഇവിടെ പറയാൻ പോകുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി, നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം 1 hour സെക്ഷനാണ്. ഈ ഒരു 1 hour സെക്ഷൻ നിങ്ങൾ നല്ലൊരു റേഞ്ചുള്ള ഭാഗത്ത് തന്നെ ഇരുന്ന് ഈ ഒരു പ്രോഗ്രാം നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. കാരണം കഴിഞ്ഞ 11 വർഷത്തോളമായിട്ട് ഒരുപാട് സാധാരണക്കാരുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളിത് കേൾക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു മുഴുവൻ അറ്റൻഷൻ ഇതിൽ വേണം. കാരണം ഒരുപക്ഷെ നിങ്ങളുടെ ഫോണിൽ ഒരു കോളുകളായിട്ടോ അല്ലെങ്കിൽ മെസ്സേജുകളായിട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും അതിൻ്റെ പുറകെ പോകാതെ നിങ്ങൾ ഈ പ്രോഗ്രാമിൽ ഒന്ന് വീഡിയോ ഒക്കെ ഓൺ ചെയ്തിട്ട് തന്നെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നീടുള്ള നിങ്ങൾ 1-2 വർഷത്തിൽ നിങ്ങൾക്ക് ഈ ബിസിനസ്സിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ നിങ്ങളെ എല്ലാവരെയും വിവ ഓറിയന്റേഷൻ പ്രോഗ്രാമിലോട്ട് സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം ടു ഇൻഡസ്ട്രി ബിയോണ്ട് 21st സെഞ്ചുറി. അതായത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഇന്ന് നിങ്ങൾ ഈ അവസരം കാണുന്ന ആളുകൾക്ക് മാത്രമല്ല, നിങ്ങളുടെ മക്കൾക്കും അതിൻ്റെ അപ്പുറത്തേക്ക് തലമുറയ്ക്കും അനുഭവിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ നിങ്ങൾ കാണുന്നുണ്ടാവും റോബർട്ട് കിയോസാക്കി എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ് റിച്ച് ഡാഡ് പുവർ ഡാഡ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒരു പുസ്തകമാണ്. അദ്ദേഹം ഈ ഒരു പുസ്തകത്തിൽ പറയുന്ന ഒരു ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ് പറയുന്നത് ഇങ്ങനെയാണ്: ഇന്ന് നമ്മളെപ്പോലുള്ള ആളുകൾ പണം സമ്പാദിക്കുന്ന 4 വഴിയിലൂടെയാണ്. അതായത് ഒരു കാറ്റഗറി എന്ന് പറയുന്നത് എംപ്ലോയി കാറ്റഗറിയാണ്, അടുത്ത സെൽഫ് എംപ്ലോയി ആണ്, അടുത്തത് ബിസിനസ് ഓണേഴ്സ് ആണ്, ഇൻവെസ്റ്റേഴ്സ് ആണ്. ഇങ്ങനെ ഒരു 4 കാറ്റഗറി ആൾക്കാരാണ് ഇന്ന് മാന്യമായിട്ട് പണം സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ ഒരു ക്വാഡ്രന്റിലുള്ള ആൾക്കാർ, ഈ എംപ്ലോയി സെൽഫ് എംപ്ലോയി ക്വാഡ്രന്റിലുള്ള ആൾക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അവർ ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് വരുമാനം കിട്ടുന്നുണ്ടാവുക. ആക്റ്റീവ് ആയിട്ട് ഉള്ള സമയത്ത് മാത്രം പണം കിട്ടും, ജോലിക്ക് പോയാൽ മാത്രം കാശ് കിട്ടും. അത് ഇൻഡിവിജ്വൽ എഫേർട്ടാണ്. അവർ ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ അവർക്ക് വരുമാനം ഉണ്ടാവില്ല. ഇപ്പൊ കഴിഞ്ഞ ഈ കൊറോണ സമയത്ത്, നിപ്പ വൈറസ് ഒക്കെ വന്ന സമയത്ത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നത് ഈ ഒരു കാറ്റഗറി ആൾക്കാരാണ്. അടുത്തൊരു കാറ്റഗറിയാണ് ബിസിനസ് ഓണേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്. ഇവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇവർക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. മിനിമം 1000-ൽ കൂടുതൽ ആളുകൾ ഇവർക്ക് വേണ്ടി ജോലി ചെയ്യാനുണ്ടാവും. എക്സാമ്പിൾ ആയിട്ട് MA യൂസഫ് അലി, കൊച്ചോസ ചിറ്റിലപ്പള്ളി, അംബാനി, ഇങ്ങനെയുള്ള വലിയ വലിയ ആളുകൾ. ഇവരുടെ പ്രത്യേകത എന്താണ്? ഇവരുടെ സ്ഥാപനത്തിൽ എന്നും അവർക്ക് ജോലിക്ക് പോകണമെന്നില്ല, പക്ഷെ ഇവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ടാവും. ഇവരുടെ വരുമാനം എന്ന് പറയുന്നത് സമയത്തിനാണ്. അവിടെ ടീം എഫേർട്ടാണ്, ഇൻഫിനിറ്റ് ഇൻകം ആണ്. പക്ഷെ ഇവിടെ പാസീവ് ഇൻകം ആണ്, പണം വന്നുകൊണ്ടിരിക്കും. ഇവരില്ലെങ്കിലും പണം വന്നുകൊണ്ടിരിക്കും, ടൈം മൾട്ടിപ്പിൾ ആണ്. പക്ഷെ നമ്മളെപ്പോലുള്ള ആളുകൾക്ക്, ഒരു സാധാരണക്കാർക്ക് ഈ എംപ്ലോയി സെൽഫ് എംപ്ലോയി കാറ്റഗറിയിൽ നിന്ന് എങ്ങനെ ഒരു ബിസിനസ് മാൻ ഇൻവെസ്റ്റർ കാറ്റഗറിയിലോട്ട് മാറാൻ പറ്റും? പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം നമുക്ക് അവസരമില്ല.
പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഒരു അവസരമാണ് പരിചയപ്പെടുത്തുന്നത്. ആ അവസരത്തിന്റെ പേരാണ് എന്റർപ്രണർഷിപ്പ്. അതായത് നമ്മളൊരു സംരംഭകൻ ആവുക എന്നുള്ളതാണ്. അവിടെ നമുക്ക് സംരംഭകനായുള്ള ഗുണങ്ങൾ എന്താണ്? ഒരുപാട് റിവാർഡുകൾ നമുക്ക് കിട്ടും. അംഗീകാരങ്ങൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. ഇവിടെ നമ്മളാണ് ബോസ്. നമ്മളെ നിയന്ത്രിക്കാൻ ആരുമില്ല. ഒരുപാട് ആളുകളിലോട്ട് നമുക്ക് അവസരം കൊടുക്കാൻ പറ്റും. ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാൻ പറ്റും. ഇവിടെ സമയം എന്ന് പറയുന്നത് നമ്മൾ തീരുമാനിക്കുന്നതാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ജോലി ചെയ്യാം. നിങ്ങൾ ഒരു പക്ഷേ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഫുൾ ടൈം ആയിട്ട് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനെ കാണാൻ പറ്റും. നമ്മുടെ പ്രൈം മിനിസ്റ്റർ പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഒരു രാജ്യത്തിന്റെ സമ്പത്ത് സൃഷ്ടിക്കുന്ന ആരാണ്? സംരംഭകരാണ്. അവിടെ ഒരു സെൽഫ് എംപ്ലോയോ കാറ്റഗറിയിലുള്ള ആൾക്കാരല്ല. അവിടെ ബിസിനസ്സുകാരാണ് ഒരു രാജ്യത്തിന്റെ സമ്പത്ത് സൃഷ്ടിക്കുന്നതിൽ പ്രാധാന്യം ചെയ്യുന്നതാണ് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയുള്ള ഒരു തെറ്റായ ഒരു ധാരണ എന്ന് പറയുന്നത് ഒരു സംരംഭകനാവാൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ക്യാപിറ്റൽ, അതുകൂടാണ്ട് ഐഡിയ, നല്ലൊരു സ്ട്രോങ് ആയ ഐഡിയയും വേണം, പണവും വേണം ഒരു ബിസിനസ് തുടങ്ങാൻ. പക്ഷേ ബിയോണ്ട് 21st സെഞ്ചുറി നമ്മൾ ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ നമുക്കൊരു നല്ല സ്ട്രോങ് ആയുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ക്യാപിറ്റലിന്റെ ആവശ്യമില്ല. ഇവിടെ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് നമുക്ക് എല്ലാവരും മനസ്സിലാക്കിയല്ലോ. ഇപ്പൊ നിങ്ങൾക്കൊരു നല്ലൊരു ഐഡിയ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കായി ഒരു ഐഡിയ പറഞ്ഞുതരാം. ആ ഐഡിയ എന്ന് പറയുന്നത് നമുക്കൊക്കെ കണക്ക് കൂട്ടുന്നത് 1 1 3 ഒരു സംശയവുമില്ല. പക്ഷെ സിനർജി എഫക്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് അതിന്റെ ഫലം വരുന്നത് 111. എങ്ങനെയാണ് 111 എടുക്കുന്നത്? അതായത് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു 3 ഇൻഡസ്ട്രിയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അത് സബ്രവന്ത് സോൺവാൽ, അതായത് സെൻട്രൽ ക്യാബിനറ്റ് മിനിസ്റ്റർ, അദ്ദേഹം പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഒരു പുതിയൊരു ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്നതിൽ ആയുഷ് എന്ന് പറയുന്നതിന് വലിയ റോൾ വഹിക്കാനുണ്ട് എന്നാ പറയുന്നത്. ഹെൽത്ത് ആൻഡ് വെൽനസ് ഇൻഡസ്ട്രിയാണ് ഇനി വളരാൻ പോകുന്ന ഒരു മേഖല. രണ്ടാമത് ഒരു മേഖല എന്ന് പറയുന്നത് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയാണ്. അതിനെപ്പറ്റി പറയുന്നത് ഡൊണാൾഡ് ട്രംപ് ആണ്, അമേരിക്കയുടെ മുൻ പ്രസിഡന്റ്. അദ്ദേഹം പറയുന്നത് ഇതൊരു പുതിയൊരു മേഖലയല്ല, ഇത് വളരെ പഴക്കം ചെന്നതും വളരെ റെസ്പെക്ട് ചെയ്യേണ്ടതുമായ ഒരു മേഖലയാണ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി. ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത് ഒരു മേഖല എന്ന് പറയുന്നത് ഇന്റർനെറ്റ് ആണ്. ഇപ്പൊ നമ്മൾ എല്ലാവരും ഇന്റർനെറ്റ് കണക്റ്റഡ് ആണ്. നമ്മുടെ വീട്ടിൽ വൈഫൈ കണക്ഷൻ ഉണ്ടാവും. അതുകൂടാണ്ട് നിങ്ങൾ വേറൊരു വലിയൊരു ബെനിഫിറ്റ് പറയുന്നത് എന്താ വെച്ചാൽ ബിൽഗേറ്റ്സ് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ഏതൊരു ജോലിയാണെങ്കിലും ഏതൊരു ബിസിനസ്സും ആയിക്കോട്ടെ അത് നിങ്ങൾ ഇന്റർനെറ്റുമായിട്ട് കണക്റ്റഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഔട്ടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ മീൻ കൊണ്ടുവരുന്ന ആള് ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് ക്യാഷ് മേടിക്കുന്നത് ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ ആയിരിക്കും. ശരിയാണോ അല്ലയോ? പക്ഷെ അദ്ദേഹം പോലും മാറി ചിന്തിച്ചു തുടങ്ങി. പക്ഷെ ഇപ്പൊ നമ്മൾ ഏത് മേഖലയാണോ അത് ഇന്റർനെറ്റുമായിട്ട് കണക്റ്റഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സും ഔട്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ സിനർജി എന്ന് പറയുന്നത് ഈ ഒരു 3 മേഖല, ഹെൽത്ത് ആൻഡ് വെൽനസ്, ഡയറക്റ്റ് സെല്ലിംഗ്, ഇന്റർനെറ്റ്, ഇത് 3 കൂടിയും സംയോജിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. ആ കമ്പനിയുടെ പേരാണ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് ബാംഗ്ലൂർ. ഇത് കമ്പനി 2014 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 11 വർഷത്തോളമായിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വന്തമായിട്ട് ഓൺ ലാൻഡിലാണ് ഈ കമ്പനി ഉള്ളത്. അതായത് സ്വന്തം ബിൽഡിംഗ് ഉള്ള ഒരു കമ്പനി. നമ്മുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നോക്കുകയാണെങ്കിൽ ബയോ ആക്റ്റീവ് ജപ്പാൻ കോർപ്പറേഷൻ ആണ് നമ്മുടെ റിസർച്ച്. അതായത് ഈ ഉൽപ്പന്നങ്ങളുടെ ഇത് ചെയ്യുന്നത്, കോമ്പിനേഷൻ തയ്യാറാക്കുന്നത് ബയോ ആക്റ്റീവ് ആണ്. അതായത് ഏതൊരു ഉൽപ്പന്നങ്ങളായാലും അതിന്റെ ക്വാളിറ്റി മുൻപന്തി നിൽക്കുന്നത് ജപ്പാനാണ്. നമ്മുടെ പ്രൊഡക്റ്റ് ജപ്പാൻ സ്റ്റാൻഡേർഡിലാണ്. ഇവിടെ ഞാൻ പരിചയപ്പെടുത്തുന്ന വേറെ വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ്. അതായത് ഒരു മാസത്തെ ഉൽപാദനക്ഷമത എന്ന് പറയുന്നത് 5.5 ലക്ഷം യൂണിറ്റ് ആണ് ഈ കമ്പനിയുടെ ഫാക്ടറിയുടെ കപ്പാസിറ്റി. അതായത് ഇത് നോർത്ത് നെലമംഗലയിലാണ്, കർണാടകയില് കമ്പനിയുടെ ഫാക്ടറി. സ്വന്തം ഫാക്ടറിയാണ്, ഓൺ ഫാക്ടറിയാണ് ഈ കമ്പനിക്കുള്ളത്. നമുക്ക് ഇട്ടിരിക്കുന്ന സർട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ്, അതായത് ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതിയുടെ ആയുഷ് പ്രീമിയം എന്ന് പറയുന്ന എക്സ്പോർട്ട് ക്വാളിറ്റി പ്രൊഡക്ട്സുകളാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. കോശ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്.
ഗുഡ് മാനുഫാക്ചറിംഗ് പ്രോഡക്റ്റിനുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട്. ISO സർട്ടിഫിക്കറ്റ് കമ്പനിയാണ്. സാപ്പ് ഇൻഗ്രീഡിയന്റ് ആണ് നമ്മുടെ സോഫ്റ്റ്വെയർസ്. CIയിൽ മെമ്പറാണ് നമ്മുടെ കമ്പനി. ഇവിടെ നമുക്ക് ഇട്ടിരിക്കുന്ന വലിയ അവാർഡുകളിൽ ഒന്ന്, കഴിഞ്ഞ 11 വർഷത്തോളമായിട്ട് കൃത്യമായിട്ട് GST അടയ്ക്കുന്നതിന് GST ഡിപ്പാർട്ട്മെന്റ് തന്നിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണത്. പിന്നെ അതുകൂടാണ്ട് ബെസ്റ്റ് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ഉള്ള അവാർഡ് നമ്മൾ കമ്പനി കിട്ടിയിട്ടുണ്ട്. അതായത് ഒരുപാട് വലിയ വലിയ കമ്പനികളൊക്കെ പുറന്തള്ളിയിട്ടാണ് നമ്മുടെ ഒരു കമ്പനി ബെസ്റ്റ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉള്ള അവാർഡ് കിട്ടിയിരിക്കുന്നത്. അത് വലിയൊരു നേട്ടമാണ്. ഇവിടെ നമ്മുടെ പ്രൊഡക്റ്റുകളെല്ലാം ഓൺ പ്രൊഡക്റ്റുകളാണ്. നേച്ചുറൽ, അതേപോലെ ഇത് ഹെർബൽ കണ്ടന്റുകളാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്, വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഒരു 5 വർഷം 10 വർഷം മുന്നേക്കുള്ള ആളുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് കാലം അവർ ജീവിക്കുമായിരുന്നു. അസുഖങ്ങൾ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്നത് വളരെ ഷോർട്ടാണ്. അത് എന്താണ് കാരണം? കാരണം നോക്കുകയാണെങ്കിൽ സിമ്പിളാണ്. നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന അസുഖങ്ങളെല്ലാം ഈ മലേറിയ, ചിക്കൻ പോക്സ്, ഡിഫ്തീരിയ, ഫ്ലൂ, കൊളറ ഇങ്ങനെയുള്ള, അതായത് പടർന്നു പിടിക്കുന്ന അസുഖങ്ങളായി, അതായത് വൈറസ് മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ, അത് ശരിയായ സമയത്ത് ചികിത്സിക്കുകയാണെങ്കിൽ അത് മാറുമായിരുന്നു. ഇപ്പോൾ ഉള്ള അസുഖങ്ങളാണ് കാർഡിയോസ് ഡിസീസ്, ക്യാൻസർ, ഡയബറ്റിക്, ഹൈപ്പർ ടെൻഷൻ, സ്ട്രോക്ക്, ആസ്മ, ഒബീസിറ്റി ഇങ്ങനെയുള്ള അസുഖങ്ങൾ പക്ഷെ ചികിത്സിച്ചാൽ മാറുന്നില്ല. നമ്മളെയും കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ ഇപ്പോ എന്താണ് അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡുകൾ എന്താണ്? ഫാസ്റ്റ് ഫുഡുകളാണ്. നമ്മൾ അധികം കഴിക്കുന്ന മാൾ ഫുഡുകളാണ്. അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്തത് നമ്മൾ കൂടുതൽ കഴിക്കുന്നു, ആവശ്യം ഉള്ളത് നമ്മൾ കഴിക്കുന്നില്ല. അതായത് ആവശ്യമുള്ളത് എന്താണ്? വിറ്റാമിൻസ്, മിനറൽസ്, ഫൈബർ കണ്ടന്റ്സുകളൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. പക്ഷെ അത് കഴിക്കുന്നത് കുറവാണ്. നമ്മൾ കഴിക്കുന്നത് ആവശ്യമില്ലാത്ത കൂടുതൽ കഴിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോപ്പറായുള്ള എക്സസൈസ് ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് പല ഹെൽത്ത് ഇഷ്യൂസുകളും വരാനുള്ള കാരണം. ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. നമ്മൾ ഇപ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പണം മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ സമ്പാദിക്കുന്ന മുഴുവൻ പണവും നാളെ അതിനു വേണ്ടിയിട്ട്, ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടി വരും. ശരിയാണോ അല്ലയോ? ഇവിടെ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്ന ഒരു ഫ്രൂട്ടാണ് അസൈ ബെറി. ഈ ഒരു ഫ്രൂട്ട് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ബ്രസീലിലെ ആമസോൺ റെയിൻ ഫോറസ്റ്റിലാണ്. ഈ ഒരു ഫ്രൂട്ടിന്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് 1,02,700 ആണ് ഇതിന്റെ ഒറാക് വാല്യൂ പറയുന്നത്. അതായത് 1027 തണ്ണിമത്തം കഴിച്ചാൽ കിട്ടുന്ന എന്താണോ എനർജി എഫക്റ്റും നമുക്ക് ഒരു ഫ്രൂട്ട് 100 ഗ്രാംസ് കഴിച്ചാൽ കിട്ടുന്നുണ്ടാവും. അത് കൂടാണ്ട് ഇത് നമ്പർ 1 ആന്റി ഓക്സിഡന്റ് ആണ്, ആന്റി ഏജിങ് സപ്പോർട്ട് ആണ്. ഇത് ഇമ്മ്യൂൺ ഹെൽത്ത് സപ്പോർട്ട്, ഹാർട്ടിന് സപ്പോർട്ട് ചെയ്യും. ഇത് ഹാർട്ട് അറ്റാക്ക് പ്രോബ്ലം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ നല്ലതാണ്. ഇത് ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കാനുള്ള കഴിവ് ഉണ്ടെന്ന് അമേരിക്കയുടെ സ്പേസ് ഏജൻസി നാസ തെളിയിച്ചിട്ടുണ്ട്. അത് കൂടാണ്ട് AST എന്ന് പറയുന്ന ഡ്രിങ്കിലെ മെയിൻ കണ്ടന്റ് ആണ് ഈ ഒരു അസൈ ബെറി എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട്. ഈ ഒരു ഫ്രൂട്ടും ഒരു 14ഓളം അതർ ഫ്രൂട്ട്സിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഈ ഒരു ഐപ്പൾസ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ്. ഇത് 1 ലിറ്റർ ആണ്. നമ്മളിത് കഴിക്കേണ്ടത് ഒരു 30 ml രാവിലെയും 30 ml രാത്രിയിലും ആണ്. അങ്ങനെ കഴിക്കുമ്പോൾ ഓർഗാനിക് ആയ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒരു 3.5 കിലോഗ്രാം കഴിക്കുന്നതിന് ഈക്വൽ ആണ്. ഇപ്പൊ നമുക്കറിയാം, നമുക്ക് കഴിക്കുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും എത്രത്തോളം നല്ലതാണ്. എല്ലാം തന്നെ വിഷാംശം അടങ്ങിയതാണ്. പക്ഷെ ഇത് നമ്മൾ ഒരു ദിവസം 60 ml കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് വേണ്ടത് എന്താണോ അത് നമുക്ക് കിട്ടുന്നുണ്ടാവും. നമ്മളെ ഹെഡ് ടു ലെഗ് വരെയുള്ള അവയവങ്ങളൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇത് നല്ലതാണ്. ഇത് ഒന്നിനുള്ള മെഡിസിൻ അല്ല, ഇത് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് കൂടിയ ഒരു ഫുഡ് സപ്ലിമെന്റ് ആണ്. ഇത് 1 ലിറ്റർ ആണ് ഇത് വരുന്നത്. ഇതിന് 1 ലിറ്ററിന്റെ പ്രൈസ് വരുന്നത് 2,997 രൂപ 50 പൈസയാണ്. ഒരു 100 രൂപ കൊറിയർ ചാർജ്. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമ്മളെ കമ്പനി കൊറിയർ ആയിട്ട് ചെയ്യും. ഇന്ത്യക്ക് പുറത്തും നമ്മളെ കമ്പനി എത്തിച്ചേരുന്നുണ്ടാവും. ഇതിന്റെ പാറ്റേൺഷിപ്പ് നമ്പർ ആണ്. അതായത് പ്രൊഡക്റ്റുകളെല്ലാം ക്ലിനിക്കൽ പാറ്റന്റ് ആയുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. ഇതിന്റെ ഷോർട്ട് വീഡിയോസ് ഉണ്ട്. ഇതിന്റെ വീഡിയോസ് നിങ്ങൾ ഇത് പരിചയപ്പെടുത്തുന്ന ആള് നിങ്ങൾക്ക് ഇതിന്റെ ഷോർട്ട് വീഡിയോസ് ഒക്കെ അയച്ചു തരുന്നുണ്ടാവും.
ഇത് നമ്മുടെ കമ്പനിയുടെ ഐപൾസിന്റെ പബ്ലിക്കേഷൻ ട്രേഡ് മാർക്ക് സർട്ടിഫിക്കറ്റ് ആണിത്. അതായത് ഒരു മെഡിസിന് വാല്യൂ ഉള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ കൊടുക്കുന്നത്. രണ്ടാമത് ഒന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുന്നത് ഐഡുവൽ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇത് 4 വേരിയന്റിലാണ് ഉള്ളത്. ഇതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ്, ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എത്രത്തോളം ഹാപ്പിയാണ് അല്ലെ എത്രത്തോളം ടെൻഷൻ ആണെന്നൊക്കെ, ശരിയല്ലേ? പക്ഷെ ഇത് നമ്മുടെ മൈൻഡ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മളെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ്, ഡിപ്രഷൻ ഇങ്ങനെയുള്ള പോലെ പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കാൻ ഇത് നല്ലതാണ്. മൈൻഡിനെ ക്ലീൻ ചെയ്യുന്നുണ്ടാവും. അതേപോലെ ഇത് കണ്ണിന്റെ കാഴ്ചശക്തിക്ക് നല്ലതാണ്. ഇപ്പൊ നമുക്കറിയാം കുട്ടികൾ തൊട്ട് മുതിർന്നവരൊക്കെ ചെറുപ്പത്തിലെ കണ്ണട വെക്കേണ്ട ഒരു അവസ്ഥ. അപ്പോൾ നമുക്ക് കണ്ണിന്റെ കാഴ്ചശക്തിക്ക് ഇത് നല്ലതാണ്. പിന്നെ ഒന്ന് പറയുന്നത് കുടൽ സംബന്ധമായ രോഗങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മളിപ്പോൾ കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം തന്നെ കെമിക്കൽ അടങ്ങിയതാണ്. അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസുകൾ വരുന്നുണ്ട്. ഇത് കുടൽ സംബന്ധമായ പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ ഇത് സഹായിക്കും. പിന്നെ ഒന്ന് ലിവറാണ്. ലിവർ സംബന്ധമായ രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ലിവറിനെ ക്ലീൻ ചെയ്യുന്നുണ്ടാവും. ഇത് ഒരു ബോക്സിൽ 30 എണ്ണം ഉണ്ടാവുക, അങ്ങനെ 120 നമ്പേഴ്സ് ഉണ്ടാവുക. നമ്മൾ രാവിലെ ഭക്ഷണത്തിന് മുന്നും ഭക്ഷണം കഴിച്ചതിന് ശേഷവും ഉച്ചക്കത്തെ ഭക്ഷണത്തിന് മുന്നും രാത്രിയിലെ ഭക്ഷണത്തിന് മുന്നെയാണ് ഇത് കഴിക്കേണ്ടത്. പക്ഷെ ഹൈലി റിസൾട്ട് ആണ്. ഇത് ഒരു 120 ദിവസം നിങ്ങൾ റെഗുലർ ആയിട്ട് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വലിയൊരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. ഇതിന്റെ ഷോർട്ട് വീഡിയോസും ഉണ്ട്. നിങ്ങളെ ആരാണോ ഇൻവൈറ്റ് ചെയ്തത് അവരുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കളക്ട് ചെയ്യാൻ പറ്റും. അടുത്തത് ഞാൻ പരിചയപ്പെടുത്തുന്നത് പറയുന്നത് ഐ കെയർ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇത് മെയിൻ ആയിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്. ഒരു 35 വയസ്സിന് ശേഷം സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് പരിഹാരമാണ്. ഇതിലെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് മഞ്ഞളിൽ നിന്ന് എടുക്കുന്ന കുർക്കുമിനാണ്. അതുകൂടാണ്ട് ശതാവരി, കുന്തിരിക, ജടാവഞ്ചി ഇങ്ങനെയുള്ള ഒരുപാട് ആയുർവേദ ഹെർബുകളാണ് ഇതിലുള്ളത്. ഇത് നമ്മൾ കഴിക്കേണ്ടത് ഒരു 30 ml രാവിലെ വെറും വയറ്റിലും രാത്രിയിൽ ഭക്ഷണത്തിന്റെ അരമണിക്കൂർ മുമ്പേ ആയിട്ടാണ് ഇത് കഴിക്കേണ്ടത്. സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസുകൾ ഒന്നാണ് ഈ പെയിൻ സംബന്ധ പ്രശ്നങ്ങൾ. കാലിലും കൈക്കൊക്കെ ഉണ്ടാകുന്ന വേദന, പുറം വേദന, അതേപോലെ വെരിക്കോസ് വെയിൻ, മൈഗ്രെയിൻ, തൈറോയിഡ് ഇഷ്യൂസ്, PCOD ഇഷ്യൂസുകൾ, ഹോർമോണിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതിനൊക്കെ ചേഞ്ച് ആക്കാൻ ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് സഹായിക്കുന്നുണ്ടാവും. ഇതും 1 ലിറ്റർ ആണ്. അടുത്തത് ഞാൻ പരിചയപ്പെടുന്നത് ബ്ലഡ് ഷുഗറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. ഇന്നിപ്പോൾ നോക്കിയാൽ മനസ്സിലാവും, ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഡയബറ്റ് പേഷ്യൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര ഈ സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അരിഭക്ഷണം കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലഡ് ഷുഗർ കൂടിക്കൊണ്ടിരിക്കുക. ബ്ലഡ് ഷുഗറിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണിത്. അതിൽ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് ഏകനായകമാണ്. അതിൽ നിന്ന് മെയിൻ വേർതിരിച്ചെടുത്തുള്ള സാൽസിറ്റാൾ എന്ന് പറയുന്ന ഒരു കണ്ടന്റ്. പിന്നെ അത് കൂടാതെ കൂർഗ് റീജിയനിൽ കാണപ്പെടുന്ന കോഫി ബീന്, അതേപോലെ നായ്ക്കുരുന്ന പരിപ്പ്, ഇങ്ങനെയുള്ള ഒരുപാട് ആയുർവേദ ഹെർബുകൾ അടങ്ങിയ ഒരു കോഫിയാണിത്. ഇത് 2 ഫ്ലേവറിലാണ് ഉള്ളത്. ഒന്ന് ക്രീം കോഫിയും ഒന്ന് ബ്ലാക്ക് കോഫിയും. ഇത് കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ ഭക്ഷണത്തിന്റെ അരമണിക്കൂർ മുമ്പേ ആയിട്ടും വൈകിട്ടുമാണ് നമ്മളിത് കഴിക്കേണ്ടത്. ഇത് ഡയബറ്റിക് ഉള്ളവർക്ക് കഴിക്കുകയാണെങ്കിൽ ഡയബറ്റിക് കൺട്രോൾ ചെയ്യാനും, ഇനി ഡയബറ്റിക് ഇല്ലാത്തവർ കഴിക്കുകയാണെങ്കിൽ ഭാവിയിൽ ഡയബറ്റിക് വരാതിരിക്കാനും ഈ ഒരു കോഫി കൊണ്ട് സഹായിക്കുന്നുണ്ടാവും. ഇതുകൊണ്ടുള്ള വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഹെൽത്ത് ഇഷ്യൂസുകൾ, ഡയബറ്റിക് വന്നാൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, ആ ബുദ്ധിമുട്ടുകളെയാണ് ഇത് മാറ്റിയെടുക്കുന്നത്. ഇപ്പൊ നമ്മൾ മെഡിസിൻ കഴിക്കുമ്പോൾ മെഡിസിനോടൊപ്പം വേണം ഇത് കഴിക്കാൻ. മെഡിസിൻ നിർത്തിയിട്ടല്ല ഈ കോഫി കഴിക്കേണ്ടത്. നിലവിൽ മെഡിസിൻ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ മെഡിസിനോടൊപ്പം നമ്മൾ സാധാരണ കഴിക്കുന്ന ചായയും കാപ്പിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഈ ഒരു കോഫി നിങ്ങൾ ശീലമാക്കുകയാണെങ്കിൽ നിങ്ങൾ പഴയ നല്ലൊരു ആരോഗ്യത്തിലോട്ട് തിരിച്ചെത്താൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവും. ഇത് 15 ഗ്രാമിന്റെ 50 പാക്കറ്റുകളും 10 ഗ്രാമിന്റെ 50 പാക്കറ്റുകളാണ് ഈ ബോക്സിൽ ഉണ്ടാവുക. ഹൈലി റിസൾട്ട് ആണ്. കഴിഞ്ഞൊരു 11 വർഷത്തോളമായിട്ട് ഇന്ന് ഈ കമ്പനിയിലെ റെവല്യൂഷണറി പ്രൊഡക്റ്റുകളാണ് ഇത്. ഇതിന്റെ എല്ലാം ഷോർട്ട് വീഡിയോസുകൾ ഉണ്ട്. ഇപ്പൊ നമുക്ക് സമയക്കുറവ് കാരണമാണ് പ്ലേ ചെയ്യാത്തത്. നിങ്ങളെ ബന്ധപ്പെട്ട ആൾക്കാരുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ വീഡിയോസ് കിട്ടും. ഈ ഒരു ഫോട്ടോയിൽ കാണുന്നത് ഇതിന്റെ പബ്ലിക്കേഷൻ റിപ്പോർട്ടുകളാണ്.
അതായത് ഒരു മെഡിസിന്റെ ഗുണം ചെയ്യുന്ന ഫുഡ് സപ്ലിമെന്റ്സുകളാണ് നമ്മളെല്ലാം ആളുകളിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ പരിചയപ്പെടുന്ന സ്കിൻ വെൽനെസ് ആണ്. സ്കിൻ റിലേറ്റഡ് ആയ ഇഷ്യൂസുകൾ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഒരു നല്ലൊരു ഗ്ലോ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഇതിലെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് കാശ്മീർ താഴ്വരയിലെ കുങ്കുമമാണ്. ഇതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് 4 ഫ്ലേവറിലാണ് നമുക്കുള്ളത്. ബ്ലാക്ക് കറന്റ്, മാംഗോ, ഓറഞ്ച്, സ്ട്രോബെറി. ഇത് നമ്മൾ കഴിക്കേണ്ടത് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു 20 മിനിറ്റിന് ശേഷം നമ്മളിത് കഴിക്കുകയാണെങ്കിൽ, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു 100 ദിവസം നമ്മൾ രാവിലെയും വൈകിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഗ്ലോ വർദ്ധിപ്പിക്കാൻ, അതായത് സ്കിൻ റിലേറ്റഡ് ഇഷ്യൂസിനെയൊക്കെ മാറ്റിയെടുക്കാൻ ഇത് സഹായിക്കുന്നുണ്ടാവും. ഒരു ബോക്സിൽ 28 പാക്കറ്റുകൾ ഉണ്ടാവുക, 35 ഗ്രാമിന്റെ. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ വെയിറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇപ്പൊ നമുക്കറിയാം, ഒരു വീട്ടിൽ ഒരാളെങ്കിലും ഉണ്ടാവും അമിതവണ്ണം മൂലം ബുദ്ധിമുട്ടുന്ന ആൾക്കാർ, ശരിയല്ലേ? ചില ആളുകളുണ്ടാവും മെലിഞ്ഞ ആൾക്കാരുണ്ടാവും, വെയിറ്റ് കൂടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ. അവർക്കൊക്കെ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഐസ്ലിം ഫ്ലാറ്റ് ടമ്മീസ്. ഇതിന്റെ ഉപയോഗം എന്ന് പറയുന്നത്, നമ്മൾ വെയിറ്റ് കുറയ്ക്കാനാണ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ രാത്രിയിലെ ഭക്ഷണം സ്കിപ്പ് ചെയ്തിട്ട് വേണം ഇത് നമ്മൾ കഴിക്കാൻ. ഒരു 6 മണിന്റെയും 9 മണിന്റെയും ഇടയിലായിട്ട് നമ്മൾ ഇത് കഴിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നമ്മളെ ഹൈറ്റിന് അനുസരിച്ചുള്ള വെയിറ്റിലോട്ട് എത്താൻ നമുക്കിത് പറ്റുന്നുണ്ടാവും. ഇത് 75 ഗ്രാമിന്റെ 28 പാക്കറ്റുകളാണ് ഉണ്ടാവുക. ഒരു ബോക്സിൽ 4 ഫ്ലേവറിലാണുള്ളത്: വാനില, ഓറഞ്ച്, മാംഗോ, ചോക്ലേറ്റ്. ഓരോ ദിവസവും നമുക്ക് ഡിഫറെന്റ് ആയിട്ട് ഫ്ലേവർ ആസ്വദിച്ച് കഴിക്കാം. ഹൈലി റിസൾട്ട് ഓറിയന്റഡ് പ്രൊഡക്റ്റ് ആണ് ഇതും. ഇവിടുത്തെ നമ്മളൊരു കഴിഞ്ഞൊരു 11 വർഷത്തോളമായിട്ട് നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്ട്സുകളെല്ലാം തന്നെ ഒരു 60-ലേറെ രാജ്യങ്ങളിൽ ഹാപ്പി കസ്റ്റമേഴ്സിനെ സൃഷ്ടിക്കാൻ ഈ കമ്പനിക്ക് പറ്റിയിട്ടുണ്ട്. അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അമേരിക്ക പോലുള്ള വലിയ വലിയ രാജ്യങ്ങളിലാണ് ഈ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ഉൽപ്പന്നം ഇതേപോലെ രാജ്യങ്ങളിലോട്ട് പോകണമെങ്കിൽ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും എത്രത്തോളം ക്വാളിറ്റി ഈ പ്രൊഡക്റ്റിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. ഇവിടുത്തെ വലിയൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ, നമുക്ക് ഈ ബിസിനസ് ചെയ്യാൻ ഇൻവെസ്റ്റ്മെന്റുകൾ ഒന്നും തന്നെ വേണ്ട. അതായത് 5 പൈസ ഇൻവെസ്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തിരഞ്ഞെടുക്കാൻ പറ്റും. ഇവിടെ നമ്മുടെ കമ്പനി ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടി? റിസർച്ചിനും ഡെവലപ്മെന്റിനും അതേപോലെ ഇൻഫ്രാസ്ട്രക്ചറിനും വേണ്ടിയിട്ടെല്ലാം കമ്പനി ഓൾറെഡി പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യം തന്നെ ഇല്ല. ഇവിടെ നമുക്ക് ഈ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3D സപ്പോർട്ട് കിട്ടുന്നുണ്ട്. സ്പോൺസർ, നമ്മൾ ഈ ബിസിനസ് ആരാണോ പരിചയപ്പെടുന്നത് അവർ നമ്മളെ സ്പോൺസർ ആയിരിക്കും. ഈ ബിസിനസ് എങ്ങനെ ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മളെ ഒരു നല്ലൊരു ലീഡർഷിപ്പിലോട് കൊണ്ടുവരാൻ വൈബ്രന്റ് വിവ എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നമുക്കുണ്ട്. പിന്നെ ശരിയായ സമയത്ത് നമുക്ക് കമ്പനിയാണ് പ്രൊഡക്റ്റും അതേപോലെ കമ്മീഷനൊക്കെ ഇൻഡസ്ട്രിയൽ കമ്പനി നമുക്ക് തരുന്നുണ്ട്. ഇങ്ങനെയുള്ള 3D സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവും. ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ എന്റർപ്രണർഷിപ്പ്, അതായത് ധീരുഭായ് അംബാനി പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു നല്ലൊരു സെയിൽസ്മാൻ ആവൂ, നിങ്ങൾ പതുക്കെ നിങ്ങളൊരു നല്ലൊരു ബിസിനസ്സുകാരനാവും. അദ്ദേഹം ഒരു സെയിൽസ്മാൻ ആയിരുന്നു തുടക്കത്തിൽ. ഇന്ന് ഇന്ത്യയിലെ തന്നെ വലിയ കോടീശ്വരനാണ് അദ്ദേഹം. അദ്ദേഹമാണ് ഈ ഒരു തോട്ട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, സെല്ലിംഗ് എന്ന് പറയുന്നത് ഒരു മോശം കാര്യമല്ല. നമ്മളൊരു ആളുകളെ പറ്റിക്കുന്ന ഒരു സംഭവമല്ല, യാചിക്കേണ്ടതാണ് അല്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഏതൊരു മേഖലയിലും അവിടെ സെയിൽസ് കൊണ്ടുവരുന്നത് അവിടുത്തെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അവിടെയുള്ള പല ഡിപ്പാർട്ട്മെന്റ് അവിടെ നഷ്ടമാണ് വരുത്തുന്നത്. പക്ഷെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് മാത്രമാണ് ആ കമ്പനിയെ ഉയർത്തുന്നത്. പക്ഷെ നമ്മൾ ഉൽപ്പന്നം വിൽക്കേണ്ടത് എങ്ങനെയാണ്? ഒരു കസ്റ്റമറിന് എന്താണോ വേണ്ടത് അതിന്റെ ഗുണങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് വേണം ഉൽപ്പന്നങ്ങൾ വിൽക്കേണ്ടത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാല്, നമ്മുടെ 6 പ്രൊഡക്റ്റുകൾ എല്ലാം തന്നെ ഇന്ന് ഓരോ വീട്ടിലും കഴിക്കാൻ വേണ്ടതാണ്. അതായത് ബ്ലഡ് ഷുഗറിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഐ കോഫി, ഹാർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഐ പൾസ്, വെയിറ്റ് മാനേജ് ചെയ്യുന്നതാണ് ഐ സ്ലിം, വുമൺ ഹെൽത്ത് സപ്പോർട്ടാണ് ഐ കെയർ, സ്കിൻ ഹെൽത്ത് സപ്പോർട്ടാണ് നമ്മുടെ ഐ ഗ്ലോ, അതേപോലെ നമ്മുടെ ബ്രെയിനും കണ്ണിനും ലിവറിനും ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഐഡുവൽ. ഇങ്ങനെയുള്ള മനോഹരമായുള്ള 6 പ്രൊഡക്റ്റുകൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുക. ആ ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് വേണ്ടപ്പെട്ട ആളുകളിലോട്ട് നമ്മളിത്
ആവശ്യമായ ആളുകളിലോട്ട് ഇതിന്റെ ഷോർട്ട് വീഡിയോസുകളുണ്ട്. ആ ഷോർട്ട് വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്യണം. എന്നിട്ട് അവരൊന്ന് ജസ്റ്റ് ഫോളോ അപ്പ് ചെയ്യണം. അതിനുശേഷം അവർ ഈ പ്രൊഡക്റ്റ് ആവശ്യമാണെങ്കിൽ നിങ്ങളുടെ ഒരു സ്റ്റോർ ലിങ്ക് ഉണ്ടാവും. ആ സ്റ്റോർ ലിങ്ക് അവർക്ക് വാട്സപ്പിലൂടെയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതിനുശേഷം ആ ലിങ്ക് ഉപയോഗിച്ച് അവർക്ക് ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ആ ഓരോ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 20% പ്രോഫിറ്റ് കിട്ടുന്നുണ്ടാവും. അതായത് 500 രൂപ നിങ്ങൾക്ക് ഓരോ ഉൽപ്പന്നത്തിന്റെ മുകളിലും പ്രോഫിറ്റ് ആയി കിട്ടുന്നുണ്ടാവും. ഇവിടെ നമ്മൾ എങ്ങനെ നമുക്കൊരു 12 പ്രൊഡക്റ്റ് റീറ്റെയിൽ ചെയ്യാം. നമ്മൾ VRO അതായത് സ്റ്റാർ എന്ന് പറയുന്ന നമ്മൾ റാങ്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളിൽ റെക്കമെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മുടെ ഫ്രണ്ട്സ് ആവാം, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആവാം, അങ്കിൾ ആവാം, ആൻറ്റീസ് ആവാം, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരാവാം. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരു 12 പ്രൊഡക്റ്റുകൾ ഈ 12 ആളുകൾക്ക് ഓരോന്ന് കൊടുക്കാം, അല്ലെങ്കിൽ 6 പേർക്ക് 2 എണ്ണം വീതവും കൊടുക്കാം. അത് ഒരു 4 ആഴ്ചക്കുള്ളിലായിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ സ്റ്റാർ എന്ന് പറയുന്ന റാങ്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇവിടെ നമ്മൾ സ്റ്റാർ ഡിസ്ട്രിബ്യൂട്ടർ ആയതിനു ശേഷം മാത്രമാണ് നമുക്ക് ഇവിടെ ടീമിനെ ബിൽഡ് ചെയ്യാൻ പറ്റുക. ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുക. എത്ര ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും, എത്ര വേണമെങ്കിലും വൈഡ് ആയിട്ട് നമുക്കിത് ഏൺ ചെയ്യാം. ഈ എത്രത്തോളം എക്സ്പാൻഡ് ചെയ്യുന്നോ എത്രത്തോളം നമുക്ക് പ്രോഫിറ്റും ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇവിടെ നമ്മൾ പേഴ്സണലി നമ്മൾ ഒരു പ്രൊഡക്റ്റ് റീറ്റെയിൽ ചെയ്യുകയാണെങ്കിൽ 20%, ടീമിനോട് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ 5 തൊട്ട് 10 വരെ നമുക്ക് പ്രോഫിറ്റ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇന്ന് ഈ ഒരു മേഖല, ഈ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ഇന്ന് ഇത് കുട്ടികൾക്ക് എല്ലാം തന്നെ പാഠ്യ വിഷയമാണ്. +2-നും BCom-നും MBA-ക്കും എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഇന്നത് കുട്ടികൾക്ക് പാഠ്യ വിഷയമാണ്. ഇത് പഠിപ്പിക്കുന്നത് കുട്ടികൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. അത്രയും പെർഫെക്റ്റ് ആയ ഒരു ഇൻഡസ്ട്രിയാണ് ഇത്. ഇവിടെ നമ്മൾ റിവാർഡ് പ്രോഗ്രാംസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സ്റ്റാർ 250 റാങ്ക് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 പ്രോഡക്റ്റ് നമുക്ക് കമ്പനി ഗിഫ്റ്റ് ആയിട്ട് തരുന്നുണ്ടാവും. ഇനി ഒരു സ്റ്റാർ 500 റാങ്ക് നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്കൊരു ഗോവ ബൂട്ട് ക്യാമ്പ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. 3 days ഗോവയിൽ ഒരു 5 സ്റ്റാർ പ്രോപ്പർട്ടിയിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പിന്നെ അതുകൂടാതെ നമ്മൾ സ്റ്റാർ 1000 റാങ്ക് എത്തുകയാണെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് കിട്ടുന്നുണ്ടാവും. ഇനി ഒരു തായ്ലാൻഡ് ട്രിപ്പ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ? നമ്മളൊരു സ്റ്റാർ 1000 റാങ്ക് നിന്ന് ഒരു 20 ആഴ്ച സമയം കൊണ്ട് ഒരു റൂബി എക്സിക്യൂട്ടീവിലോട്ട് നമ്മൾ മാറാൻ തയ്യാറാവുകയാണെങ്കിൽ തായ്ലാൻഡിലോട്ട് നമുക്ക് നമ്മളെ കോ അപ്ലിക്കൻറ്റുമായിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇനി നമ്മൾ റൂബി റാങ്ക് നിന്ന് ഒരു 33 ആഴ്ച കൊണ്ട് നമുക്ക് പേൾ എക്സിക്യൂട്ടീവ് അച്ചീവ് ചെയ്യുകയാണെങ്കിൽ മലേഷ്യ എന്ന് പറയുന്ന ഒരു സുന്ദരമായ ബ്യൂട്ടിഫുൾ ആയുള്ള ഒരു രാജ്യത്തോട്ട് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. അതെല്ലാം തന്നെ കോ അപ്ലിക്കൻ്റ് ആണ്, നമ്മളെ നോമിനിയോ ആയിട്ടാണ്. ഉസ്ബെക്കിസ്ഥാൻ ട്രിപ്പ് ഉണ്ട്. നമുക്കൊരു എമറാൾഡ് റാങ്ക് എത്തിക്കഴിഞ്ഞാൽ, അതായത് പേൾ റാങ്കിൽ നിന്ന് 50 ആഴ്ച കൊണ്ട് നമ്മളൊരു എമറാൾഡ് റാങ്കിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തോട്ട് നമുക്ക് പോകാം. നമുക്ക് നമ്മുടെ കോ അപ്ലിക്കൻ്റ്. പിന്നെ ഒരു എമറാൾഡ് നിന്ന് സഫയർ റാങ്ക് നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ദുബായ്, നമ്മളെല്ലാവരും വലിയൊരു ആഗ്രഹമുള്ള സ്ഥലമാണ് ദുബായ്. അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഈ ഒരു രാജ്യത്ത് എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ട് ഈ ബിസിനസ്സിലൂടെ. സിംഗപ്പൂർ മാത്രമല്ല, സ്റ്റാർ ക്രൂയിസ് ഇന്ന് വലിയ ഷിപ്പുകളിലൊന്നാണ് സ്റ്റാർ ക്രൂയിസ് ഷിപ്പ്. ഇതിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ഒരു എക്സിക്യൂട്ടീവ് ഡയമണ്ട്, അതായത് നിങ്ങൾ ഈ ബിസിനസ്സിലൂടെ 1 കോടിക്ക് മുകളിൽ പണം സമ്പാദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കോ അപ്ലിക്കൻറ്റുമായിട്ട് നിങ്ങൾക്ക് പോയി വരാൻ പറ്റും. റൈറ്റ് കോഴ്സ്, അതായത് ഈ ബിസിനസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഓരോ പ്രൊഡക്റ്റിന്റെ മുകളിൽ നമുക്ക് ഇതിന്റെ വിത്തുകൾ തരുന്നുണ്ട് കമ്പനി. ഇവിടെ അതുകൂടാതെ റൈറ്റ് കോഴ്സ് ആയിട്ട് നമ്മൾ കമ്പനി ഒരു സ്കൂള് നടത്തുന്നുണ്ട്. നമ്മുടെ ആദ്യത്തെ ഒരു ഫോട്ടോയിൽ നിങ്ങൾ കണ്ടതുപോലെ ഒരു 5 നില കെട്ടിടത്തിൽ ആദ്യത്തെ നിലയിൽ നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് വലിയൊരു എഡ്യൂക്കേഷൻ നമ്മുടെ കമ്പനി കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഇത് എങ്ങനെ കരിയറായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും? ഇത് നിങ്ങൾക്ക് ഒരു പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈം ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും തിരഞ്ഞെടുക്കാൻ പറ്റും. നിലവിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കും 18 വയസ്സ് കഴിഞ്ഞാൽ ഏതൊരു ആൾക്കാർക്കും ഇത് തിരഞ്ഞെടുക്കാൻ പറ്റും. ഇതിലൊരു 16ഓളം റാങ്കുകൾ ഇതിലുണ്ട്. അതിലെ ഫസ്റ്റ് റാങ്കാണ് സ്റ്റാർ എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെ ഒരു VRO നിന്ന് VBO നിന്ന് ഒരു VROയിലേക്ക് എത്താം? അത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് ഈ ബിസിനസ്സിൽ ആഴ്ചയിൽ 1 ലക്ഷം രൂപയോളം നമുക്ക് സമ്പാദിക്കാൻ പറ്റും.
എങ്ങനെയാന്ന് വെച്ചാൽ ഇന്ന് ഈ കമ്പനിയിൽ കഴിഞ്ഞൊരു 11 വർഷം കൊണ്ട് 2023 കണക്കാണ് 86ഓളം കോടീശ്വരന്മാർ ഈ ബിസിനസ്സിൽ വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നമുക്ക് എല്ലാവർക്കും അഭിമാനത്തോടെ പറയാൻ പറ്റും, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ 1 കോടിക്ക് മുകളിൽ പണം സമ്പാദിച്ചിട്ടുള്ളത്. 21ഓളം ആളുകൾ കേരളത്തിൽ നിന്ന് മാത്രമായിട്ടുണ്ട്. പല സംസ്ഥാനത്തു നിന്നും ഈ ബിസിനസ്സിലൂടെ 1 കോടിക്ക് മുകളിൽ പണം സമ്പാദിച്ച ആളുകളുണ്ട്. ഇൻഡസ്ട്രിയുടെ ഒരു കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് വരുന്ന 2030ഓടെ 1000 ആളുകളെ കോടീശ്വരന്മാരാക്കുക എന്നുള്ളതാണ്. അതിൽ നിങ്ങൾ റെഡിയാണോ? ഇൻ മൊമെന്റ്സ് ഓഫ് ഡെസിഷൻ ഡെസ്റ്റിനി ഷേപ്ഡ്. അതായത് നമ്മൾ ഇപ്പോൾ എടുക്കുന്ന ഒരു തീരുമാനമാണ് നമ്മളെ വിധി നിർണ്ണയിക്കുന്നതാണ്. ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നതിന് മുന്നേ സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയായിരുന്നു. ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് തിരഞ്ഞെടുക്കാൻ ആദ്യം വേണ്ടത് 18 വയസ്സ് കഴിഞ്ഞ ആർക്കും ഇത് ചെയ്യാം. പാൻ കാർഡ് വേണം, നിങ്ങൾക്കൊരു നാഷണൽ ബാങ്ക് അക്കൗണ്ട് വേണം, ആധാർ കാർഡ് വേണം, ഇമെയിൽ ഐ ഡി, നോമിയുടെ പേര്, നോമിയുടെ മൊബൈൽ നമ്പർ, ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾക്കൊരു വിവ എന്റർപ്രണർഷിപ്പ് നമുക്ക് കിട്ടുന്നുണ്ടാവും. ഇവിടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു ക്വാഡ്രന്റ് ആണ് ഒരു എംപ്ലോയി സെൽഫ് എംപ്ലോയി കാറ്റഗറിയിൽ നിന്ന് എങ്ങനെ നമുക്കൊരു ബിസിനസ്മാൻ ഇൻവെസ്റ്റർ കാറ്റഗറിയിലോട്ട് മാറാം. അതായത് ഇന്ന് ലോകത്തിലെ 95% ആളുകളുള്ളത് ഈ എംപ്ലോയി സെൽഫ് എംപ്ലോയി കാറ്റഗറിയിലാണ്. പക്ഷെ ഇന്ന് ഫിനാൻഷ്യൽ ഫ്രീഡം എൻജോയ് ചെയ്യുന്ന ആൾക്കാർ ഈ ബിസിനസ്മാൻ ഇൻവെസ്റ്റർ കാറ്റഗറിയിലാണ്. നമുക്ക് എങ്ങനെ ഇതിലോട്ട് മാറാൻ നമുക്ക് ഇൻഡസ്ട്രിയൽ ബിസിനസ് സഹായിക്കുന്നുണ്ടാവും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ 2 days കൊണ്ട് ഇതിൽ സ്റ്റാർ റാങ്ക് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. 2 days. ഇവിടെ നമ്മുടെ കമ്പനിയുടെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, യൂട്യൂബ് പേജ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇൻഡസ്ട്രി കമ്പനിയുടെ പറ്റി കൂടുതൽ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ഇവിടെ എൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് കൂടി ഞാൻ പറയാം. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്ന മുന്നേ സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിലായിരുന്നു. ആ ഒരു സമയത്താണ് എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന വ്യക്തി ഈ കമ്പനിയുടെ തന്നെ എക്സിക്യൂട്ടീവ് പർപ്പിൾ ഡയമണ്ട് റാങ്കിലുള്ള മണികണ്ഠ സാറാണ്. അദ്ദേഹത്തിനും ദൈവത്തിനും നന്ദി പറയാണ്. കാരണം ഒരുപാട് രാജ്യങ്ങളൊക്കെ സന്ദർശിക്കണം, യാത്ര ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഒരു 5ഓളം വിദേശ രാജ്യത്ത് പോലൊരു അവസരം കിട്ടി. അതുകൂടാണ്ട് ഈ ബിസിനസ്സിൽ ആഴ്ചയിൽ 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ, അതായത് 1,11,500 രൂപയോളം ഒരാഴ്ചയിൽ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് എൻ്റെ എഫേർട്ട് അല്ല, അത് ഞാനും എൻ്റെ ലീഡേഴ്സും ടീമും ഒന്നിച്ച് വർക്ക് ചെയ്ത സമയത്താണ്. ഇതൊരു ടീം വർക്കാണ്. ഇവിടെ മാത്രമാണ് ഇതുള്ളത്. നിങ്ങൾ ഏതൊരു മേഖല എടുത്തു നോക്കൂ, അവിടെയെല്ലാം ഒരാളെ എങ്ങനെ ചവിട്ടി പുറത്താക്കാന്ന് പറ്റുന്നുണ്ടാവുക. പക്ഷെ ഇവിടെ മാത്രമാണ് കൂടെ വരുന്ന ആളുകളെ വിജയിപ്പിക്കാൻ പറ്റുന്ന ഒരേ ഒരു ഇൻഡസ്ട്രിയാണ് ഇത്. പക്ഷെ വേറൊരു വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇന്ന് ഈ കമ്പനിയുടെ വിജയ ശതമാനം എന്ന് പറയുന്നത് 150%-ലേറെയാണ്. അതായത് കഴിഞ്ഞ 11 വർഷത്തോളമായിട്ട് ഇത്രയും കോടീശ്വരന്മാരെ സൃഷ്ടിച്ച വേറൊരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി ഇന്ന് ഇന്ത്യയിൽ ഇല്ല. ആ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു തീരുമാനം എടുക്കുക. നിങ്ങളുടെ ലൈഫിൽ തന്നെ വലിയ ചേഞ്ചസ് വരുന്ന 1-2 വർഷം കൊണ്ട് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടാവും. എല്ലാവരും നിങ്ങളെ പുതുതായിട്ട് വന്നുള്ള ആളുകൾ നിങ്ങളെ ആരാണോ ഈ പ്രോഗ്രാമിലോട്ട് ഇൻവൈറ്റ് ചെയ്തത് അവരെ കൈ നിങ്ങൾ മുറുകെ പിടിക്കണം. കാരണം നിങ്ങളെ സക്സസ് മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അവർ നിങ്ങളെ ഈ ഒരു പ്രോഗ്രാമിലോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു തീരുമാനം എടുക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗ്രേറ്റ് സക്സസ്. ജയ് ഇൻഡസ്ട്രി വിവ. താങ്ക് യു ബിപിൻ സർ, മിഥുൻ സർ. നമുക്ക് ഒരു സാധാരണക്കാരന് പോലും മനസ്സിലാകുന്ന രീതിയിൽ വളരെ വ്യക്തമായി നമുക്ക് ഈ ഒരു പ്ലാൻ പ്രസന്റ് ചെയ്ത അദ്ദേഹത്തിന് നമുക്ക് നല്ലൊരു ഡിജിറ്റൽ ക്ലാപ്പ് കൊടുക്കാം. കാരണം വെച്ചാൽ അത്രയും ക്ലിയർ ആയി ഓരോ സെന്റൻസ് പോലും നമ്മളെ വ്യക്തമായി പറഞ്ഞു തന്ന അദ്ദേഹത്തിന് നമുക്കൊരു ഡിജിറ്റൽ ക്ലാപ്പ് കൊടുക്കാതെ വയ്യ. അപ്പം അതുമാതിരി തന്നെ നമുക്ക് ഇന്ന് ഈ ഒരു മേഖലയിൽ വന്ന് ഈ കമ്പനി നമ്മളെ ബിസിനസ് ചെയ്തുകൊണ്ട് നമുക്കൊക്കെ ഒരു മാറ്റം കാണിച്ചു തരുന്ന ഒരു വ്യക്തിത്വം നമുക്ക് ഇന്നിവിടെ അവൈലബിൾ ആണ്. അദ്ദേഹത്തെ നമുക്ക് ഈ കമ്പനിയുടെ ബിസിനസ് എക്സ്പീരിയൻസ് പറയുന്നതിന് നമുക്ക് അദ്ദേഹത്തെ നമുക്ക് ഇങ്ങോട്ടേക്ക് ക്ഷണിക്കാം. കോഴിക്കോട് സ്വദേശിയായ വിജയൻ സാറിനെ ഞാൻ ഈ ഒരു കമ്പനിയുടെ ബിസിനസ് എക്സ്പീരിയൻസ് പറയുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സർ.
മ്യൂട്ടാണ് സർ, മ്യൂട്ടാണ്. അൺമ്യൂട്ട് ചെയ്യും. പറഞ്ഞോളൂ സർ. ഇപ്പൊ കേൾക്കുന്നുണ്ടാവും അല്ലെ? യെസ് യെസ്. ഇപ്പൊ കേൾക്കുന്നില്ലേ? നല്ല ചൂട് കാലാണ്. ഇരുന്നെടുക്കാൻ ഉറങ്ങിപ്പോകുന്ന കണ്ടീഷനാണ്. അത്രയും ഭയങ്കര ചൂടാ ഇവിടെയൊക്കെ കോഴിക്കോട്. പിന്നെ ഞാൻ ഇതിൽ വന്നിട്ട് ഏകദേശം കുറച്ച് സമയമായിട്ടുള്ളൂ. ഈ ബിസിനസ്സിൽ വരാണ്ടായ കാരണം ഇതിന്റെ പ്രൊഡക്റ്റിന്റെ ഗുണങ്ങളാണ്. 2 കമ്പനിയുടെ ഒരു സ്റ്റൈല് എന്ന് പറഞ്ഞാല് നമ്മൾക്ക് ഏതൊരു സാധാരണക്കാരനും വന്നിട്ട് സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ നമ്മൾക്ക് ജനറൽ ആയിട്ടുള്ള കുറെ നോളജുകളും നമ്മളെ ഹ്യൂമൻ ബോഡീനെ കുറിച്ചിട്ടും ബാക്കിയൊക്കെ പഠിക്കാൻ പറ്റിയ ഒരു വലിയൊരു കമ്പനിയാണ് ഇൻഡസ് വിവ. ഇൻഡസ് വിവന്റെ ഈ 6 പ്രൊഡക്റ്റ് കൊണ്ട് ജീവിതത്തിൽ വളരെയധികം രക്ഷപ്പെട്ട കൂട്ടർ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഇതിൽ വരുന്ന സമയത്ത് എനിക്ക് കാര്യമായിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ ഇതിൽ വരുന്നത്. ഈ ആരോഗ്യ പ്രശ്നമുള്ള സമയത്ത് ഞാൻ യൂസ് ചെയ്ത പ്രോഡക്റ്റ് ഐപ്പൾസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വീണ്ടും ആരോഗ്യം വീണ്ടെടുക്കാനും അതേപോലെ തന്നെ ഇത് ആരോഗ്യം വീണ്ടെടുത്തതിന്റെ ശേഷം ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരികയും ഇപ്പം ഞാൻ സ്റ്റാർ 1000 എന്ന കാറ്റഗറിയിലാണ് ഉള്ളത്. എനിക്കിതിന് സഹായിച്ചത് നമ്മളെ LICന്റെ ബഹുമാനപ്പെട്ട മണികണ്ഠ സാറാണ്. മണികണ്ഠ സാറിന്റെ കയ്യിൽ നിന്നാണ് ഞാൻ ഈ ബിസിനസ് പ്ലാൻ കേൾക്കുന്നത് ആദ്യമായിട്ട്. പിന്നെ എനിക്കിത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും എനിക്ക് അതിനെ കുറിച്ചിട്ട് പറഞ്ഞു തരാനും പഠിപ്പിക്കാനും സാഗേഷ് സാർ ഉണ്ടായിരുന്നു കൂടെ. പിന്നെ അതേപോലെ തന്നെ മിഥുൻ സാർ, ഇങ്ങനെയുള്ള നമ്മളെ കൂടെയുള്ളവർ തന്നെ നമ്മൾക്ക് വിജയിക്കാനുള്ള എല്ലാ വഴികളും പറഞ്ഞു തന്നുകൊണ്ട് നമ്മളെ ഈ ബിസിനസ്സിൽ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരും നമ്മളെ കൂടെ നിൽക്കുന്ന ഒരു ബിഗ് ബിസിനസ്സാണ്. വേറെ ഒരു ബിസിനസ്സിലും ഇങ്ങനെ ഉണ്ടാവില്ല. നമ്മളെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് വേറൊരാൾ സഹായിക്കില്ല. എല്ലാവരും എല്ലാ ബിസിനസ്സുകാരും എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ അടുത്ത ബിസിനസ്സുകാരനെ തട്ടി മാറ്റിയിട്ട് നമ്മൾ വിജയിക്കുക. അതേസമയത്ത് ഇൻഡസ് വിവയിൽ മാത്രം നമ്മളെ കൂടെ നിന്ന് നമ്മളെ വിജയിപ്പിക്കാനും അതേപോലെ തന്നെ ഈ കമ്പനീന്റെ എല്ലാ കാര്യങ്ങളും കമ്പനി തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരെയുള്ള എല്ലാ സംഗതികളും പറഞ്ഞു പഠിപ്പിക്കുകയും അതേപോലെ തന്നെ ഈ 6 പ്രോഡക്റ്റ് ഹ്യൂമൻ ബോഡിക്ക് വേണ്ടിയിട്ട് ഉള്ള ഈ 6 പ്രോഡക്റ്റും ഇന്ന് വേൾഡില് ഏറ്റവും വലിയ പ്രോഡക്റ്റാണ്. ഏറ്റവും വലിയ ഈ വെൽനസ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും നല്ല പ്രോഡക്റ്റാണ്. അതുകൊണ്ട് എന്നെ ഈ പ്ലാൻ കേട്ടവരും ഇതിന്റെ കൂടെ നിൽക്കുന്നവരും ഇത് വളരെ ശക്തമായി ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ട് ഇന്ന് തന്നെ ക്ഷണിച്ച തലശ്ശേരിയിലെ വലിയ ബിസിനസ്സുകാരനാണ്. അവർക്കും നന്ദി പറയുന്നു. അതേപോലെ തന്നെ മിഥുൻ സാറിനും ബാക്കിയുള്ളവർക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രശാന്തേട്ട കേട്ടില്ലേ? താങ്ക് യു വിജയൻ സർ. താങ്ക് യു സാറിന്റെ ഈ വിലപ്പെട്ട ആ ഒരു എക്സ്പീരിയൻസ് ഇതിലുള്ള എല്ലാവർക്കും ഒരു പ്രചോദനമാവുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലാത്തതാണ്. സാറിന്റെ ആ ഒരു മേഖലയിൽ നിന്ന് വന്ന് ഇന്ന് നമ്മൾ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു വ്യക്തിയാണ് സാറ്. അപ്പോൾ സാറിന്റെ ആ ഒരു എക്സ്പീരിയൻസ് ഇവിടെ എല്ലാവർക്കും ഒരു പ്രചോദനമാവുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലാത്തതാണ്. അതുപോലെ തന്നെ നമുക്ക് കോഴിക്കോട് സ്വദേശിയായ മിസ്റ്റർ ഷാഗേഷ് സാറിനെ നമുക്ക് ഈ ഒരു വേദിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഇന്ന് ഈ കമ്പനിയുടെ റൂബി റാങ്കിൽ നിന്ന് വളരെ ഫാഷനായി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ ബിസിനസ് എക്സ്പീരിയൻസ് പറയുന്നതിന് വേണ്ടി നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം മിസ്റ്റർ സാഗേഷ് സർ. സാഗേഷ് സർ. ഗുഡ് ഈവനിങ്. എന്റെ പേര് ഷാഗേഷ്. കേൾക്കുന്നില്ലേ? ഓക്കെ സർ, പറഞ്ഞോളൂ. എന്റെ പേര് ഷാഗേഷ്. കോഴിക്കോട് ജില്ലയിലെ കാരന്തൂരാണ് താമസിക്കുന്നത്. നിലവില് കഴിഞ്ഞ 22 വർഷമായിട്ട് സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിലാണ്. കഴിഞ്ഞ 2.5 വർഷമായിട്ട് വളരെ സീരിയസ് ആയിട്ടും വളരെ പാഷനേറ്റ് ആയിട്ട് ഇൻഡസ്ട്രിയൽ ബിസിനസ് ചെയ്യുന്നു.
അതിന്റെ ഫലമായി തന്നെ ഇന്നിപ്പോ റൂബി എക്സിക്യൂട്ടീവ് എന്ന പൊസിഷനിലുള്ളത്. എന്നെ ഈ ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്തിയിരിക്കുന്ന വ്യക്തി ഇന്നിവിടെ പ്ലാൻ പ്രസന്റ് ചെയ്തിരിക്കുന്ന എന്റെ ബ്രദറും കമ്പനിയുടെ എമറാൾഡ് എക്സിക്യൂട്ടീവ് മിഥുൻ സാറാണ്. എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി മിഥുൻ സാറിനെ അറിയിക്കുകയാണ്. എന്നെ ഈ ബിസിനസ്സിലേക്ക് ശരിക്കും മോട്ടിവേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് എന്റെ ബ്രദറുടെ ഇൻകം തന്നെയാണ്. ഏകദേശം ഒരാഴ്ചയിൽ 25,000 രൂപ കിട്ടി തുടങ്ങിയ ശേഷമാണ് എനിക്കും ഈ ബിസിനസ് ചെയ്യണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടായത്. ഞാനും വളരെ സീരിയസ് ആയി ബിസിനസ്സിലേക്ക് വന്നു. എനിക്കും ഈ ബിസിനസ്സിലൂടെ ഏകദേശം 25,000 രൂപ ഒരാഴ്ചയിൽ നേടാൻ പറ്റിയിട്ടുണ്ട്. കൂടാതെയുള്ള നേട്ടങ്ങൾ എന്ന് പറഞ്ഞാല് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത 1 വർഷത്തിനുള്ളിൽ തന്നെ തായ്ലൻഡ് എന്ന് പറഞ്ഞ ഒരു വിദേശ യാത്രയ്ക്ക് പോകാൻ സാധിക്കുകയും ചെയ്തു. ഇതുവരെ പാസ്പോർട്ട് എടുത്തിട്ട് ഏകദേശം ഒരു 10-20 വർഷമായിട്ട് ഒരു വിദേശ യാത്ര പോലും സാധ്യമായിരുന്നില്ല. അതെല്ലാം ഇൻഡസ്ട്രിയിൽ വന്നുകൊണ്ട് മാത്രമാണ്. നമ്മുടെ ഈ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ കോഴിക്കോടോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ വളരെ കഴിവുകൾ ഉണ്ടായിട്ടും അല്ലെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിട്ടും അർഹിക്കുന്ന ജോലി അധികം ആൾക്കും കിട്ടുന്നില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവരെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് ഇൻഡസ്ട്രി ബിസിനസ്സിലേക്ക് കൂട്ടിയിട്ട് അവരുടെ ജീവിതം ശോഭനമാക്കുന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് നീങ്ങുകയാണ്. എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്, ഗ്രേറ്റ് സക്സസ്. ചെയ്യുക. താങ്ക് യു ഷാഗേഷ് സാർ. ഷാഗേഷ് സാറിന്റെ റിസൾട്ട് വളരെ നല്ല ഒരു റിസൾട്ട് ആയിരുന്നു. അതായത് നമുക്കൊരു നല്ല ഡിജിറ്റൽ ക്യാപ്പ് കൊടുക്കാം. താങ്ക് യു ഷാഗേഷ് സാർ. അതുപോലെ എന്റെ ചെറിയൊരു എക്സ്പീരിയൻസ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു സെക്ഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇന്ന് ഈ ഒരു മേഖലയിലേക്ക് വന്ന് ഞാനൊരു സെൽഫ് എംപ്ലോയി മേഖലയിൽ നിന്ന് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇന്ന് ഈ ഒരു കമ്പനിയുടെ എന്താ പറയുക MC പോലെയുള്ള പ്ലാൻ പ്രസന്റേഷൻ പോലെയുള്ള കഴിവുകൾ ഉണ്ടാക്കുന്നത് തന്നെ സത്യത്തിൽ ഈ ഒരു മേഖലയിൽ വന്നതുകൊണ്ട് മാത്രമാണ്. അത് മാത്രമല്ല, ഇന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ ഷാഗേഷ് സാർ പറഞ്ഞു ഈ കമ്പനിയുടെ റൂബി റാങ്കിൽ നിന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ ഞാനും ഈ ഷാഗേഷ് സാർ ഒന്നിച്ചാണ് നമ്മൾ ബാംഗ്ലൂർ ഷെറാട്ടോണിൽ ഒന്നിച്ചു പോയ ഒരു വ്യക്തിത്വമാണ്. ആ ഒരു നമുക്ക് ഇന്ന് ഷെറാട്ടോണിൽ പോയി അന്ന് നമ്മൾ എൻജോയ് ചെയ്ത് നമ്മളെ ഫാമിലി ഒത്ത് നമ്മൾ എൻജോയ് ചെയ്ത് നല്ല ഒരു എക്സ്പീരിയൻസോട് കൂടി നമ്മൾ തിരിച്ചു വന്ന് അന്ന് സ്റ്റാർ 1000 എന്ന് പറഞ്ഞ റാങ്കോട് കൂടി ഞാൻ പോയി വന്ന് തിരിച്ച് ഒരു 3-4 മാസം കൊണ്ട് അടുത്ത റാങ്കായ റൂബി എന്ന് പറഞ്ഞ റാങ്ക് അച്ചീവ് ചെയ്ത വ്യക്തികളാണ് ഞാനും ഷാഗേഷ് ചേട്ടനും. അതുപോലെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ ഓരോ പ്രോഗ്രാമുകളിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്നിലുണ്ടാക്കിയ മാറ്റം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് സാധാരണക്കാരനായി ഒരു മാറിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഇന്ന് ഈ ഒരു മേഖലയിലേക്ക് വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും എനിക്കറിയുന്ന കാര്യങ്ങൾ മറ്റൊരാളിലേക്ക് എത്തിക്കാനും എൻ്റെ കൂടെ വന്നവർക്ക് അവരിലേക്ക് നല്ലൊരു ആരോഗ്യവും അതുപോലെ തന്നെ അവരിലേക്ക് നല്ലൊരു ഇൻകവും എനിക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ മാത്രം ഇൻകം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ എൻ്റെ കൂടെ വന്ന എല്ലാവർക്കും എനിക്കൊരു ഇൻകം എത്തിച്ചു കൊടുക്കുന്നതിലൂടെ എനിക്കും ഇൻകം വരുന്നതായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഡിയർ ഫ്രണ്ട്സ്, എല്ലാ ലീഡേഴ്സോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ ലീഡേഴ്സ് എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇതില് നമ്മളൊരു നല്ല രീതിയിൽ ഒരു എഫേർട്ട് ഇട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ തയ്യാറായാൽ ഇവിടെ നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറം നമുക്ക് ഈ 2020 ഇപ്പം ബിയോണ്ട് 21st സെഞ്ചുറി എന്ന് പറഞ്ഞ് നമ്മളെ ഈ കാലഘട്ടത്തിലുള്ള ബിസിനസ് മാത്രം ഇനി അങ്ങോട്ടേ വരുന്ന ഒരുപാട് കാലങ്ങൾക്ക് മാറ്റിവെക്കപ്പെടുന്ന ഒരു ബിസിനസ്സാണ് നമുക്ക് ഇൻഡസ്ട്രിയോ എന്ന് പറയുന്ന കമ്പനിയുടെ ബിസിനസ്. ഇത് നമ്മളെ തലമുറകളിലേക്ക് കൈമാറാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. അപ്പൊ നമുക്ക് ഇതിനെല്ലാം സാധിക്കും. അതിന് നമ്മളായി ഒന്ന് നിന്നാൽ ഇതിന് നമുക്ക് സാധിക്കുന്നതാണ്. അതിനെല്ലാവർക്കും സാധിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. എന്നെ ഈ ഒരു അവസരം പരിചയപ്പെടുത്തുന്ന മിസ്റ്റർ പ്രിയേഷിനും അതുപോലെ തന്നെ നമ്മളെ ടീം മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന മണികണ്ഠൻ സാറിനും അതുപോലെ നമ്മളെ ഈ ടീമിനെ എല്ലായ്പ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്ന മിഥുൻ സാറിനും അതുപോലെ തന്നെ നമ്മളെ എന്താ പറയുക എല്ലാ ലീഡേഴ്സിനും ഈ അവസരത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു സെക്ഷൻ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. താങ്ക് യു. അടുത്ത വൈകുന്നേരം 7 മണിക്ക് നമ്മളെ മണികണ്ഠൻ സാറ് പ്രോഗ്രാം ഉണ്ട്. ഈ കയറിയ എല്ലാവരും ഈ മണികണ്ഠൻ സാറിന്റെ ഈ ഒരു പ്രോഗ്രാമിലേക്കും കയറാൻ വേണ്ടി ഞാനൊന്ന് പ്രത്യേകം ഇൻവൈറ്റ് ചെയ്യുന്നു. താങ്ക് യു ഓൾ.